കോട്ടയം പൂഞ്ഞാറിൽ ഓണം ബമ്പറിലൂടെ കുടുംബശ്രീ അംഗങ്ങളായ 5 പേർക്ക് സമ്മാനമായി ലഭിക്കുന്നത് 250 കോടി രൂപയാണ്. പയ്യാനിത്തോട്ടം സൂര്യ കുടുംബശ്രീ അംഗങ്ങളായ 5 പേരുടെയും വീട് പണി നടക്കുന്നതിനിടയിലാണ് ഭാഗ്യദേവത അവരെ കടാക്ഷിച്ചിരിക്കുന്നത്. സമ്മാനാർഹമായ ടിക്കറ്റ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ പൂഞ്ഞാർ ശാഖയിൽ ഏൽപ്പിച്ചു. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനത്തോട്ടത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ലോട്ടറി അടിച്ചത്. 5 പേർക്കും അഭിനന്ദനങ്ങൾ. ഈ ലോട്ടറി ടിക്കറ്റ് എടുത്തതാരാ? അപ്പോൾ ഉഷ ചേച്ചിയിൽ നിന്ന് തുടങ്ങാം. എന്നായിരുന്നു എടുത്തത്? നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ തിങ്കളാഴ്ച എടുത്തതാണ്. അതെടുത്ത് ഞാൻ എൻ്റെ ബാഗിനകത്ത് കൊണ്ട് നടക്കുമായിരുന്നു. എപ്പോഴും അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നോക്കി എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയായിപ്പോയി. അപ്പോൾ ഞാൻ മുതലാളിയെ കാണിച്ചു. അടിച്ചു ചേച്ചി 50 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പേടിക്കണ്ട, അവിടെ നിന്നോ, ഒന്നും പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞിരുന്നു 5 പേര് ചേർന്ന് എടുത്തതെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ 5 പേരെ, എനിക്ക് തന്നെയല്ല കേട്ടോ, ഞങ്ങൾ 5 പേര് കുടുംബശ്രീയിലുള്ള ഞങ്ങൾ 5 പേര് കൂടി എടുത്ത് 5 പേരും പാവപ്പെട്ടവരാണ്. എല്ലാവർക്കും ഒരു ഉപകാരമായിട്ടുണ്ട്. 5 വീട് രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. നിങ്ങൾ നിരന്തരമായിട്ട് ലോട്ടറി എടുക്കാറുള്ളതാണോ? അല്ല, എല്ലാ വർഷവും ഓണം ബമ്പർ ഞങ്ങൾ 5 പേര് ചേർന്ന് എടുക്കാറുള്ളതാണ്. 5 പേര് തന്നെയാണോ? അല്ല, പല ആൾക്കാരാണ്. ഈ കുറി 5 പേര് ചേർന്നപ്പോഴത്തേക്ക് സമ്മാനം എത്തുകയില്ല. ഈ പ്രാവശ്യത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് മാറി. അന്നേരം ആദ്യത്തെ 5 പേരങ്ങ് എടുത്തു പോയത് കൊണ്ട് അവർക്ക് സങ്കടമുണ്ട്, ഞങ്ങൾക്ക് അതിലേറെ സങ്കടമുണ്ട്. അവര് കൂടി ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് പെരുപണി ഒരു 3/4 ഭാഗത്തോളം എത്തിയേക്കാണ്. അതൊന്ന് പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. നമ്മൾ നിൽക്കുന്ന വീട് എന്റെ വീടാണ്. പണി ഈ അടുക്കളയിലെ കിച്ചന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകാൻ നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് വിഷമിച്ച് ആകെ ഇങ്ങ് നിൽക്കുന്ന സമയത്താണ് നമുക്കിത് കിട്ടിയത്. പിന്നെ ചേട്ടായി ആകെ സങ്കടപ്പെട്ടിരുന്നു. മുട്ട കൊടുത്ത് നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ല. ചേട്ടായിക്ക് കൂലിപ്പണിക്ക് ഇറങ്ങേണ്ടി വരും. ഞാനും കൂലിപ്പണി ചെയ്യുന്ന ആളാണ്. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. അവരെ പഠിപ്പിക്കണം. എല്ലാം കൂടി ആയപ്പോൾ ബുദ്ധിമുട്ടായി. ഭാഗ്യദേവത സമയത്ത് അറിഞ്ഞ് കടാക്ഷിച്ചതാണോ? സത്യം, ദൈവം അനുഗ്രഹിച്ചതല്ലേ. ദൈവമേ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ വീട്ടുപണിക്ക് പോകുന്ന ആളാണ്. പിന്നെ ഞങ്ങളുടെ വീട് അപ്പടി പോയതാണ്. അപ്പം വേറെ സ്ഥലം മേടിച്ച് അവിടെ വീട് വെക്കത്തില്ല. അപ്പോൾ വേറെ സ്ഥലം മേടിച്ച് വീട് വെക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അതിനിടയിൽ ഇങ്ങനൊരു സമ്മാനം കൂടി കിട്ടി. ഇനി ഇത് കിട്ടിയിട്ട് വേണം സ്ഥലം മേടിക്കാനായിട്ട്. സ്ഥലം മേടിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. വീടുണ്ട്, വീടാണ്. പിന്നെ നമ്മ ഇച്ചിരി മണ്ടയിലാണ്, നല്ല വഴിയൊന്നുമില്ല. അപ്പം വഴിയുള്ളൊരു സ്ഥലമൊക്കെ വാങ്ങിച്ച് വീട് വെക്കാനുള്ള ഒരു ഇതുണ്ടോ? ഉണ്ട്, അങ്ങനെയുണ്ട്. പിന്നെ ദൈവം അനുഗ്രഹിച്ച് നമുക്കിത് കിട്ടി. ഞങ്ങൾ 5 പേര് കൂടി എടുത്ത് വളരെ സന്തോഷം. ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുന്നു. എടുത്ത ടിക്കറ്റിന് സമ്മാനം കിട്ടുമ്പോൾ അതിന്റെ ഒരു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പിന്നില്ലേ, സന്തോഷം ഉണ്ടോന്നോ? ഭയങ്കര സന്തോഷമാണ്. എല്ലാവർക്കും അതെ, വീട്ടുകാർക്കും നാട്ടുകാർക്കും മൊത്തം സന്തോഷമാണ്. നമ്മളൊപ്പം മെമ്പർ കൂടി ചേർന്നുണ്ട്. മെമ്പർ, എങ്ങനെയുണ്ട്? നാട്ടിലേക്കാണ് ഈ ഭാഗ്യദേവത എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് എൻ്റെ സ്വന്തം വാർഡിലേക്ക് ഇത് വരുമ്പോൾ ആ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല. വാർഡിലുള്ളവരെല്ലാവരും, പഞ്ചായത്ത് മുഴുവൻ ഇതൊരു ആഘോഷമായിട്ട് കാണുന്നുണ്ട്. സാധാരണ എല്ലാവരും ലോട്ടറി ടിക്കറ്റുകളും മറ്റുമൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ സാധാരണക്കാരിലേക്ക് ആ ലോട്ടറി ടിക്കറ്റിൻ്റെ സമ്മാനം എത്തുമ്പോഴാണ് അതിൻ്റെ മധുരം കൂടുതൽ ഇരട്ടിയാകുന്നത്. ഇക്കുറി പൂഞ്ഞാറിലെ ഈ 5 പേരും അതിസാധാരണക്കാരാണ്. അവർക്ക് ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിന് കൂടുതൽ തെളിമയേകുകയാണ്. ജോബിൻ തെക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.